ഗൈസ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഞാനിന്ന് കേക്ക് വാങ്ങിക്കാൻ പോവാണ്. ക്രീം കേക്കാണ് വാങ്ങിക്കുന്നത്. എല്ലാവരും പ്ലം ആണ് വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മൾ വെറൈറ്റിക്ക് ക്രീം കേക്ക് വാങ്ങിക്കാൻ പോവുകയാണ്. സോ ഞാൻ ഇന്ന് വൈകിട്ട് പോവും. ന്യൂ ഇയറിന് ക്രീം കേക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചാൽ, പക്ഷേ ന്യൂ ഇയറിന് ഞാനിവിടെ കാണത്തില്ല. ന്യൂ ഇയർ കഴിഞ്ഞ് ഞാൻ വരത്തുള്ളൂ. അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു. സോ നമുക്ക് കേക്ക് കാണാം. ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. നമുക്കപ്പോൾ ബാ. അപ്പോൾ ഗൈസ് നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിരിക്കും കാണുന്നത്. ഞാൻ സ്കൂട്ടർ തിരിച്ചിറക്കുന്നത്. സോ ഗൈസ് ഞാൻ സ്കൂട്ടറിൽ കയറുകയാണ്. ഈ കേക്കിൻ്റെ സ്ഥലമൊന്നും എനിക്ക് എത്ര പിടിച്ചില്ല. നമ്മൾ ഹെൽമെറ്റ് ഉണ്ടല്ലോ, എനിക്ക് ടഫായി. ഹെൽമെറ്റും അച്ഛൻ വരണ്ട, അച്ഛൻ വരുന്നുണ്ട്. ഹെൽമെറ്റ് കയറിയതാണ്. പിന്നെ ഈ സ്കൂട്ടർ ഇരിക്കാൻ പറ്റുന്നില്ല കേട്ടോ, കാരണം ഒരു കയ്യിൽ ക്യാമറ ആയതുകൊണ്ട് സ്കൂട്ടറിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സോ നമുക്ക് പോകുമ്പോൾ കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ചെട്ടുകുളങ്ങരയെന്നാണ് മേടിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് വണ്ടിയിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഭയങ്കര സന്തോഷം. ക്രീം കേക്ക് പ്ലം കേക്കാണ് ശരിക്കും മുറിക്കേണ്ടത്. പക്ഷേ നമ്മൾ വെറൈറ്റിക്ക് ക്രീം കേക്ക്, കാരണം ന്യൂ ഇയറിന് ഞാൻ പറഞ്ഞത് ന്യൂ ഇയറിന് ഞാനിവിടെ കാണത്തില്ല. ന്യൂ ഇയർ കഴിഞ്ഞ് ഞാൻ വരത്തുള്ളൂ അമ്മയുടെ വീട്ടിൽ. സോ അതുകൊണ്ടാണ് നമ്മളിന്ന് ക്രീം കേക്ക് വാങ്ങാൻ പോകുന്നത്. സോ ഗൈസ് ഐ ആം സോ എക്സൈറ്റഡ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം കൂടെ ഉണ്ട്. ഇഷ്ടത്തോളം വരെ അടുത്തുനിന്നാണ് മേടിക്കുന്നത് കട. കൊണ്ടുവരുന്നത് കുഞ്ഞിതാക്കിയ നല്ല രസമാണ്. കേക്ക് നമ്മൾ ഉച്ചത്തെ ഫുഡ് കഴിച്ചിട്ടില്ല. കേക്ക് വാങ്ങിയിട്ട് വീട്ടിൽ ചെന്നിട്ട് ഫുഡ് കഴിക്കുന്നുള്ളൂ. ചെട്ടുകുളങ്ങര എത്താറായിട്ട് ചെട്ടുകുളങ്ങരയിൽ നിന്ന് കുറച്ച് പോകാം. അപ്പോഴത്തേക്ക് നമ്മുടെ കടയിട്ടു എത്താറായി. ചെട്ടുകുളങ്ങര അമ്പലത്തിൻ്റെ ഫ്രണ്ട് എത്താറായി.
നോക്കിയിട്ട് കാണാം. ബ്ലാക്ക് ഫോറസ്റ്റ് ആക്കി ഇവിടെ അച്ഛൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. പ്ലം കേക്ക് ഉണ്ട്, വൈനുണ്ട്, അതുപോലെ കുറേ ഐറ്റംസ് ഉണ്ട്. നമുക്ക് കേക്ക് എടുത്തിട്ട് കാണാം. നമ്മളങ്ങനെ ബ്ലാക്ക് ഫോറസ്റ്റ് ഇതാക്കിയിട്ട് ബ്ലാക്ക് ഫോറസ്റ്റാണ് സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ വീട്ടിൽ ചെന്നിട്ട് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്കും ആയിട്ട് നമുക്ക് വീട്ടിലേക്ക് ചെന്നിട്ട് തുറക്കാം കേട്ടോ. സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വലിയ കേക്കാണ്. ഇവിടെ പല പല കേക്കാണ്. കുഞ്ഞു കേക്ക് ഈ വലിയ ബ്ലാക്ക് ഫോറസ്റ്റാണ് ഇപ്പോൾ സെലക്ട് ചെയ്തത്. ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. നമുക്ക് വീട്ടിൽ പോകാം. നമ്മളെ കുട്ടിപ്പാലം എന്നിട്ട് മളവേക്ക് പോവാണ്. ചൂട് ഒത്തിരി പ്ലം കേക്കും കാര്യങ്ങളുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പാല് വാങ്ങിയിട്ടുണ്ട്. എന്തിനാണെന്നറിയത്തില്ല, വൈകിട്ട് കാപ്പി ഇട്ടൊക്കെ കുടിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ കടയിൽ നിന്ന് കേട്ടോ. അടിപൊളി വലിയ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്കാണ് വാങ്ങി. അവിടെ ബ്ലാക്ക് ഫോറസ്റ്റ് വലുതേ ഉള്ളായിരുന്നു. ഇത് ശരിക്കും വലിയ കേക്ക് വാങ്ങണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പം ചെന്നപ്പോൾ കറക്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് വലിയ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്ക് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് മതി, ബാക്കിയെല്ലാം കുഞ്ഞു കുഞ്ഞു കേക്കാണ്. അപ്പം ആ കുഞ്ഞു കുഞ്ഞു കേക്ക് തിരിച്ച് കഴിഞ്ഞാൽ ഒരാൾക്കുള്ളത് കുറച്ച്. അപ്പം അതുകൊണ്ട് നമ്മൾ അത്രയും കേക്ക് മേടിച്ചത്. അപ്പം നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേക്ക് മുറിക്കും. കേക്ക് മുറിച്ച് ഞാൻ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ഞാനങ്ങ് പോകും നമ്മുടെ വീട്ടിലേക്ക്. സോ വലിയ ദൂരമൊന്നുമില്ല. മാവേലിക്കരയിലാണ്. കുന്നൊക്കെ പറയും. അപ്പം കുന്നത്താണ് നമ്മൾ പോകുന്നത്. അപ്പം ഞാൻ പിന്നെ വരുന്നത് ന്യൂ ഇയർ കഴിഞ്ഞ് തിങ്കളാഴ്ചയാണ്. അപ്പം 1-ാം തീയതിയാണ് ഞാനത് വീട്ടിലേക്ക് വരുന്നത്. പിന്നെ 3-ാം തീയതി സ്കൂൾ തുറക്കും. അപ്പോൾ ചൊവ്വാഴ്ചയായിട്ട് വരാൻ പറ്റുന്നുണ്ടോ? അതുകൊണ്ട് 3-ാം തീയതി സ്കൂൾ തുറക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തിങ്കളാഴ്ച വരും. ചൊവ്വാഴ്ച ഇപ്പം നിറച്ച് ഒത്തിരി പട്ടികളുണ്ട്. വളർത്തോട്ടെ അത്ര പേടിയില്ല, എന്നാലും ചെറുപട്ടി പേടിക്കണം കാര്യം. അതുപോലെ നേരത്തെ ഒരു ദിവസം അതുപോലെ ഞാൻ എൻ്റെ അച്ഛനോട് സ്കൂട്ടറൊക്കെ എൻ്റെ സ്കൂളിൽ നിന്ന് വിളിച്ചുള്ള ഒരു പട്ടിക്കുഞ്ഞ് പിടിക്കാത്ത. അപ്പം അതിൻ്റെ തള്ളപ്പടി ഞങ്ങളാ ഇടിച്ചിട്ടേന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പുറകിന് കുറച്ചുകൊണ്ട് വന്നു. അയ്യോ ഞങ്ങളീ ഓടിക്കുന്ന പട്ടിയാണ്. സ്കൂളിൻ്റെ അവിടുന്ന് ഈ പട്ടി സ്കൂളിലൊക്കെ വരും. നമ്മുടെ സ്കൂളിൻ്റെ പുറകിൽ വന്ന് നിൽക്കും ഞങ്ങൾ സൈക്കിൾ വെക്കുന്നിടത്ത്. എന്നിട്ട് ഞങ്ങളെ ഓടിക്കില്ല. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നിൽക്കും. നിന്ന് കഴിഞ്ഞിട്ട് അതങ്ങ് അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ പതുങ്ങി ഞങ്ങൾ ഗുരുമലയുടെ അങ്ങേക്ക് പോകും. നമ്മൾ ഗുരുമല എത്തി. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കടക്കേക്കൊണ്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമ്മുടെ വീട്ടിലോട്ട് പോകും കേട്ടോ. ഗുണഫലം ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി നമ്മൾ ഇല്ല, ഞാൻ കുത്തിയിട്ടോ. നമ്മൾ കൂട്ടുകാരിയെ കണ്ടുപോയി. അശ്നാന്നാണ്. അശ്നെന്ന് എഴുതുമ്പോൾ ഞാൻ ഓർക്കുന്നത് ചട്ടമ്പിച്ചിലെ അശ്നയും ചട്ടമ്പിച്ചിലെ അശ്നെ ആന്റീനെ ഞാൻ ഓർത്തു ഗൈസ്. ഇത് എഡിറ്റ് ചെയ്ത് എപ്പോഴാണ് വരുന്നതെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. അച്ഛനാണ് എഡിറ്റ് ചെയ്യുന്നത്. അച്ഛൻ്റെ സമയമുള്ളപ്പോൾ അച്ഛൻ എഡിറ്റ് ചെയ്തത്. എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല കേട്ടോ. ഇന്ന് തന്നെ വരുന്നത്. ചിലപ്പോൾ നിങ്ങൾ കാണുന്നത് അടുത്ത 10-ാം തീയതി വല്ലോ ആയിരിക്കും, അല്ലെങ്കിൽ 26-ാം തീയതി 27-ാം തീയതി ആയിട്ട് വൈകിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ വീടെത്താറായി. കുറച്ച് ദൂരം പോയി അച്ഛൻ്റെ കൂട്ടുകാർ എൻ്റെ സ്കൂളിൽ പഠിക്കുന്നത്, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പ്രജോത് എന്നാണ് അവൻ്റെ പേര്. അവൻ്റെ അച്ഛൻ്റെ പേര് പ്രമോദ് എന്നാണ്.
45 സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത്. നമ്മൾ അത് 100 സബ്സ്ക്രൈബേഴ്സാണ്. തുറക്കാൻ പോയില്ല, ഫുഡ് കഴിച്ചിട്ടേ തുറന്നിട്ടുള്ളൂ. അയ്യോ അയ്യോ, കേക്ക് കൊണ്ടുവരൂ. അച്ഛൻ എൻ്റെ അടക്കെയാണ് കേക്ക്. എൻ്റെ കൈ, എൻ്റെ കൈ ചുമന്ന് പാല് പിടിച്ചോണ്ടിരുന്നത്. അമ്മ മമ്മേ ഇവിടെ ആർബി അല്ലല്ലോ. ഇത് കടുവ വെച്ചിട്ട് എന്താ പോയിരിക്കും ഐസ് ബിരിയാണി. ടാൻ ടാൻ ടാൻ. വലിയ കേക്കാ, റെഡ് ബ്ലാക്ക് ഫോറസ്റ്റ്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു. മിക്സ് ചെയ്തോ? എൻ്റെ ബിരിയാണിക്കകത്ത് എനിക്കിഷ്ടം ചിക്കൻ കറിയായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാനാണ്. എല്ലാ ചിക്കൻ കറി സൈഡിൽ വെച്ചിട്ട് അത് കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഗൈസ് മമ്മി ഹായ് പ്ലീസ്, ഹായ് പറയൂ. ഗൈസ് ചിക്കൻ വേണം മമ്മി. ഇതെന്തൊരു ചോദ്യവാദം. നമുക്ക് വറുത്തൊരു മുഴുത്ത പീസ് നിന്നുകൊണ്ട് കഴിക്കണം. അമ്മ കേക്ക് വന്ന് നോക്ക് ബാ. ഗൈസ് കേക്ക് കണ്ടില്ലല്ലോ, ഞാൻ കാണിച്ചു തരാം. ദേ ഗൈസ് നമ്മുടെ കേക്ക്. യോ എനിക്കറിയത്തില്ല. ഹാപ്പി ന്യൂ ഇയറോ? ക്രിസ്മസ് ഇല്ല. ഹാപ്പി ക്രിസ്മസ്. ഓ ക്രിസ്മസിന്റെ സി ഒക്കെ പോയി കേട്ടോ. ഇതാണ് ഗൈസ് കേക്ക്. കത്തി വെട്ടി മുറിക്കും. നമ്മളിപ്പോൾ മുറിക്കുന്നില്ല, നമ്മൾ ഫുഡ് കഴിക്കാൻ പോണം. ഫുഡ് ഗൈസ് ഞാൻ കാണിച്ചു തരാം. അയ്യോ ഇപ്പോഴാണ് ഗൈസ് ഞാൻ ഇരുന്നത്. ഇത്ര നല്ല സ്കൂട്ടറിൽ ഇരുന്ന് കൈയൊക്കെ വേണ്ടിയെടുക്കും. ദേ ഗൈസ് ബിരിയാണി നമ്മൾ കാല് സൈഡിലേക്ക് മാറ്റുന്നുണ്ട്. കറി ഇത് നമ്മൾ ചോറിലേക്ക് മിക്സ് ചെയ്തു. ഒരു പീസ് എടുക്കുക. ബിരിയാണി അടിപൊളി. വെള്ളം അമ്മ തൈരുണ്ടായിട്ടൊന്ന് സലാഡ് ഉണ്ടാക്കാൻ ഫ്രിഡ്ജ് വരുമ്പില്ലേ? വറുത്ത പീസ് അടിപൊളി സൂപ്പർ. ഗൈസ് ദേ ഉണ്ടല്ലോ അതന്നെ വലിയ പാലിനൊക്കെ ഉണ്ടാകുന്നത് നല്ലപോലെ ഉണ്ടാകും.
ട്രോപ്പിക്കലെന്ന് പറയുന്നത് ബഡ്ജറ്റാണ്, പിന്നെ സാധനമുണ്ട്. സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു അങ്ങനെ ഒരു കരുതലുമില്ല. ഞങ്ങൾക്കറിയാം ഇതൊരു ഷോർട്ട് ബ്രേക്ക് മാത്രമാണ്. നീ അകത്താണ് ബ്രേക്ക് എടുക്കുന്നു, ഞങ്ങൾ പുറത്തു. പിന്നെ സെൽ നമ്പർ 13 ആ സൂപ്രണ്ട് എനിക്ക് വേണ്ടി വിളിച്ചിട്ടേക്കുന്നത്. ഞാൻ പറഞ്ഞു പറഞ്ഞാൽ മതി, അങ്ങനെ നിനക്ക് തരും. അതിലാവുമ്പോ കിഴക്കൊന്നൊരു തണുത്ത കാറ്റ് കിട്ടും, കൊതുകും കുറവാ. പാട്ടിൽ അവന്റെ ഭാര്യ ക്രിസ്മസ് ദിന മോർണിംഗ് മൂവി പവർഡ് ബൈ രാംരാജ് ഗുട്ട. ഈ നാടിന്റെ അഭിമാനമുണ്ട്. കാലിഫോർണിയ ആൻഡ് ടുമോറോ ബിഗിൻസ് ടുഡേ. ജോസ്കോ ഷോറൂമുകളിൽ മെഗാ ക്രിസ്മസ് കാർണിവൽ ആൻഡ് ഡാൻസ് ലൈക്ക് ഓൾ ഡേ കളർ അവൈലബിൾ 30+ shades. Associate sponsors Archie Royal Senior ISO 1+1 offer and Oriental Tiles 100% tiles 0% savings. ക്രിസ്മസ് ദിന പ്രത്യേക ഈ കടയിൽ നിന്ന് മേടിക്കുന്നതിനൊക്കെ അജിനോമോട്ടോ ചേർക്കുന്നുണ്ടാണ് ഭയങ്കര ടേസ്റ്റ്. ആണോ? പല്ലുകുടിപ്പിൽ നിന്ന് അതിലേക്ക് ആശ്വാസം നേടൂ. സെൻസറായി റാപ്പിഡ് റിലീഫിനോടൊപ്പം വെള്ളം കിട്ടി. അയ്യോ ഉള്ള പെടലിയല്ല, എന്ത് ഇഷ്ടമല്ലാതെന്ന് പറഞ്ഞു. പെടലി പെടലി. അവിടെ ചെന്ന് നോക്കിയപ്പോഴുണ്ടല്ലോ വൈനും ഇത്ര ഉള്ള പാത്രത്തിൽ പ്ലം കേക്കും. ചോദിച്ചോ പ്ലമ്മോ? ഇതിനെത്രയായിരുന്നു? ഞാൻ പറഞ്ഞ പ്ലമ്മിന് ഉണ്ട് 400 450 എങ്ങാണ്ടാവുന്നു. ആ വലിയ പ്ലമ്മിന്, വൈൻ്റെ കൂടെ വെച്ച പ്ലമ്മിന്. ജീവൻ സംരക്ഷിച്ചു പിടിച്ച് ഇവരിങ്ങനെ രക്ഷകയാകുമ്പോൾ എന്റെ ജീവിതത്തിന് ശിക്ഷയാണ്. വിജയലക്ഷ്മി സുബ്രഹ്മണ്യൻ അറിയേണ്ടവർ അറിയും. ഇവർ ഇന്നെന്റെ കൺമുന്നിലുള്ളത്. തീരുമാനിച്ചത് ലീഗലായി തന്നെ പിരിയണം. അവിടെ ഡിവോഴ്സിനുള്ള ജോയിന്റ് പെറ്റീഷൻ സൈൻ ചെയ്യണം. ഇനി ആ തീരുമാനം അതെനിക്കെടുത്തേ മതിയാവും. Josco Juniors. നീ ആദ്യകാലത്തേക്ക് നടത്തിയിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇത് പണി വേറെ. ഇതിനെ അത്യാവശ്യം ബുദ്ധിസാമർത്ഥ്യം വേണം. കുറ്റത്തിലേക്ക് വന്നില്ലെന്ന് ഇവരിനി എത്ര നാൾ പറയും? ഇനി ജയിലിലേക്കോ
Asian Paints Fabric Circular Product, Door Store, Pineapple Apple Store, Eastern Meat Masala, നിങ്ങൾക്ക് perfect taste for Kerala Matrimony, biggest matrimony service for Americans. Kitchen dishes, chicken masala, Asian ക്ഷീണിച്ച് Roscoe Juniors. മതിയായി. ഗൗരിക്ക് നൽകിയത് നിന്റെ അച്ഛനല്ല, നീ തന്നെയാണ്. എനിക്ക് വേറെ നാണി എനിക്ക് കഴിക്കാൻ പറ്റൂല. അതവിടെ ഇരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്ര ഞാൻ കഴിക്കത്തില്ല. വേണ്ടാന്ന് വേണ്ടാന്ന് പറഞ്ഞ് നീക്കി ഇടണമായിരുന്നു. ഉള്ള ഇറച്ചിയല്ല ഞങ്ങളുടെ ഭാര്യ എന്നെ തീരാറായി. തുടങ്ങിയതേ ഉള്ളൂ. 12:30 തുടങ്ങി. 1 മണിയായതേ. പെട്ടെന്ന് നോക്കിയുള്ളൂ. അതിനെ മാറ്റി വേ പറഞ്ഞ ആവശ്യമുള്ള എടുത്തോ. കാണുമ്പോൾ അറിയത്തില്ലേ. ഇത്രയും വലിയ പാത്രത്തിനകത്ത് കൊല്ലേണ്ട അല്ല, ഇതുപോലൊരു പാത്രത്തിനകത്ത് അയ്യോ, ഞാനതിനകത്ത് എടുക്കുമ്പോൾ അത് ഒക്കത്തില്ല. അവർക്ക് അതിനകത്ത് തന്നെ വേണം. എണ്ണ വേണമെങ്കിൽ അത് കറിയാൻ പറ്റും. നീക്കി കിട്ടും. ആടാതി ചിക്കൻ കറി. ഇത് മാത്രം ഭാര്യ എടുക്കുന്നവരാണ്. കഴിച്ചു കഴിഞ്ഞിട്ട് വെള്ള കറി കഷ്ണമാണ്. ആ പെടലിയുണ്ട്. കഴിച്ചു കഴിഞ്ഞില്ലെന്നല്ല ഫുഡ് വേറെ അമ്മേ മമ്മി കുറച്ച് കുന്നത്തോടെ വന്നിട്ടാ ഞാനും അമ്മ അമ്മച്ചും കൂടി ഇരുന്ന് കഴിച്ചു. നമുക്ക് കൈ കഴുകുക. ഇരുട്ടാണ്. RDX കഴിച്ചു കഴിഞ്ഞാ എന്നാ വാ. അമ്മ ക്രിസ്മസിന്റെ സീ കണ്ടോ? എക്സാ സീ കണ്ടോ? ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഓ എക്സാ റെഡ് ആട്ടോ. അമ്മ വന്നിട്ട് മുറിക്കായിരിക്കും. അമ്മ പാത്രം കൈക്കൊണ്ടിരിക്കുക. കൈസ് ആ വന്നു 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 വന്നു. എപ്പോഴാ പോകുന്നത്? നോക്കാം ബാ. നമ്മൾ ഒത്തിരി ബിരിയാണി കുറച്ച് അങ്ങോട്ട് തന്നു വിടട്ടെ. അതിൽ നിന്നും തന്നു വിടണം. ആ സൈഡിലൊക്കെ ക്രീം പറ്റിയിരിക്കുന്നില്ലേ. നമുക്ക് പിന്നെ എടുത്തൊക്കെ ഇങ്ങോട്ട് പോവാ. പോയ പെണ്ണെ വിടുന്നു. ഗൈസ് കട്ട് ചെയ്യട്ടെ. പ്ലേറ്റ് എടുത്തുണ്ടോ? പിന്നുണ്ട്. പ്ലേറ്റ് എടുത്തുണ്ടോ? നടക്കുന്നു.
പ്ലേറ്റ് സ്പൂണുകൾ ഇങ്ങോട്ട് തരുന്നത് എൻ്റെ ഗൈസിന് കാണുന്നത്. പ്ലേറ്റ് സ്പൂണുകൾ എടുത്തോണ്ട് വരാം. ഗൈസ് പ്ലേറ്റ് സ്പൂൺ എടുത്തിട്ട് ഗൈസ് പ്ലേറ്റ് എടുത്തു. ഒരു മിനിറ്റ് ക്യാമറ എന്തിനാ ഇതൊക്കെ? ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തുവാ? മിണ്ടാതില്ല. ഞാൻ തട്ടിന് ആദ്യം ഇട്ടു. ഞാൻ കൈ പിടിച്ചേ കേക്ക് കട്ട് ചെയ്ത് പോകും. ഇനി തന്നെ കൈ പിടിക്കാതെ ഹാപ്പി ബർത്ത്ഡേ ടു ക്രിസ്മസ് എന്ന് പറയണേ. ഹാപ്പി ക്രിസ്മസ് ടു. അതിങ്ങനെ ഇങ്ങനെ ഒന്ന് മുറിച്ചെടുത്ത പോലെ. ഈ മുതലത്തെ ഉണ്ടെങ്കിൽ വേണ്ടേ? അത് മതി അച്ഛന്. അശു അതേ കിടന്ന് ബലം പിടിക്കേണ്ട കാര്യമുണ്ട്. തഴപ്പ് വച്ച ഞാൻ പറഞ്ഞില്ലേ പിടിച്ചു കഴിക്കും. അയ്യോ ഇനി അങ്ങനെ വെക്കാൻ പറ്റുമോ വൃത്തിയായിട്ടോളെ? അതങ്ങ് ഓഫ് ചെയ്യട്ടെ, ഓണാക്കിയിട്ടൊക്കെ വന്നു. എനിക്ക് ഫ്ലവർ വേണം. അമ്മ കട്ട് ചെയ്തു. ഈ പിച്ചെടുക്കുന്നു കണ്ടോ? പൂവള ഹാപ്പി ക്രിസ്മസ് നിങ്ങൾക്കുള്ളതാ. ആർട്ടിക്കുള്ള മെമ്മോറിയൽ മേടിച്ചിട്ട് പോകും. ഞാനത് ആരുടെ ടീമാണെന്നറിയോ? ഇല്ല. കേക്ക് പകുതിയായി. ഒരു ഹായ് പറയാൻ മതി ഈ സമയം. അയ്യോ ഇതെന്ത് പാപം ചെയ്ത്? ഇതെന്താ കിടക്കുന്നത്? എടുത്തോണ്ട് പോണേ. അതുകൊണ്ട് അതാണ് ഇപ്പൊ തീർക്കാൻ പോകണം. കുറച്ച് കഴിയുമ്പോൾ ഞാനങ്ങ് പോകും. ഒരു പീസ് വാങ്ങിച്ചുകൊണ്ട് പോകും. ഒന്നല്ല ഒരു 5-6 പീസ് എനിക്ക് ഇന്ന് നമുക്കിട്ടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ. ഇതാവും പാടിയതാ. ആ ദിസ് ഇസ് RDX. RDXിലെ നീരജ് മാധവ് പാടിയ പാട്ടത്. ഓ ഗായസ് എനിക്ക് കുളിര് കഴിയുമില്ലേ. അച്ഛൻ കുറച്ച് ക്രീം കൂടെ വെച്ചിട്ടുണ്ട്.
രണ്ട് സൈഡിലും വള്ളി കെട്ടിയിട്ട് ചാടുന്നതാണ്. എന്നിട്ട് അവരുടെ കാല് കുളുക്കി. ഉളുക്കിയതല്ല, മുളക് ഒടിഞ്ഞു. അത് മാറുമെന്ന് ആലോചിക്കാറുണ്ട്. അതായത് നമ്മൾ ഡ്രീം കേക്കിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഡ്രീം കേക്കിൻ്റെ അതേപോലത്തെ പീസ് കേട്ടോ ഞാനിപ്പോൾ എടുത്ത്. കഴിയപ്പോ അതല്ല പറഞ്ഞത്. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ എന്താ ആരുടെ എന്നോടാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ബൈ ബൈ.